തർക്കമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ലൈഫിൻ്റെ ഭാഗമായിട്ട് അതിൽ ഏറിയ തോതിൽ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നത് 1500 രൂപയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് 2500 രൂപ അല്ല 1,50,000 രൂപ 2,50,000 കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. ആ ഭാഗം അവർ പറഞ്ഞത് നിങ്ങളൊരു ലോഗോ വെക്കണം, ആ ലോഗോയിൽ ഫോട്ടോ കാര്യമൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് ശരിയല്ല. ഞങ്ങളിപ്പോൾ അന്ന് ഈ 4.5 ലക്ഷത്തിലധികമൊന്നും ആയിട്ടില്ല വീട്, 3 ലക്ഷത്തിലധികം തോന്നുന്നു ആയത്, 4 ലക്ഷത്തിനടുത്ത് എത്തുന്നു. അപ്പോൾ 3 ലക്ഷത്തിലധികം വീടിപ്പോൾ ആയിക്കഴിഞ്ഞു. അന്ന് പറഞ്ഞതാണ്. ആ വീട്ടിൽ ഒരിടത്തും ഞങ്ങൾ ഈ ഒരു ലോഗവും വെച്ചിട്ടില്ല, ആരെയും ഫോട്ടോ ഇല്ല. ആ വീട് അവരതാണ്. അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും അതിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ അവർ നിർബന്ധിച്ചു നിന്നു. അവസാനം ഒരു ഘട്ടത്തിൽ അതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രിയുമായിട്ട് സംസാരിക്കാനിടയായി. അപ്പോൾ തീർത്ത് പറഞ്ഞു അത് അങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ സഹായം തരാൻ പറ്റില്ല എന്നൊരു, സഹായം തന്നില്ലെങ്കിൽ വേണ്ട ഞങ്ങൾ വെക്കും, ഞങ്ങൾ ഏതായാലും ഈ കാര്യം ചെയ്യില്ല എന്നിപ്പോൾ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അവരാണ് പുനരാലോചിക്കേണ്ടത്, പുനരാലോചിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു ന്യായവും അതിനില്ല. ഇതിൻ്റെ പണം ചെലവിടുന്ന കാര്യം മാത്രമല്ല, ഈ ആളുകളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന ഒരു ബോർഡ് അതിൻ്റെ മുമ്പിൽ വെച്ച് ഇതാരോ കൊടുത്തൊരു വീടാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് സംസ്ഥാനം കാണുന്നത്. ഈ കഴിഞ്ഞൊരു 9 വർഷത്തെ കാലം എടുത്ത് നോക്കിയാൽ വേറെ ഒരു മുഖ്യമന്ത്രിയും ഫേസ് ചെയ്യാത്ത അത്ര പ്രതിസന്ധികളെ ഫേസ് ചെയ്ത ഒരാളാണ്. ഇപ്പോൾ പ്രളയമാണെങ്കിലും നിപ ആണെങ്കിലും കോവിഡ് ആണെങ്കിലും വയനാട് ദുരന്തമാണെങ്കിലും ഇതിലൊക്കെ ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് CMന് തോന്നിയത് ഏതാണ്? ഇത്രയും വലിയ ഒരു ലോങ് ലിസ്റ്റിൽ അല്ല, ഓരോ പ്രതിസന്ധിയല്ലേ. അതിപ്പോൾ ഓരോന്നെടുത്താലും നാടിനെ വല്ലാതെ ബാധിക്കുന്നതാണല്ലോ. ഏത് പ്രശ്നം വന്നാലും, ഇപ്പോൾ ഒരു പ്രശ്നം വന്നു, ഇപ്പോൾ നിപ്പ വന്നു, അത് എത്രത്തോളം പടരുമെന്ന് നമുക്കറിയില്ലല്ലോ. അന്നേരം അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. ഇപ്പോൾ പ്രളയം നൂറ്റാണ്ടിലെ മഹാപ്രളയമല്ലേ വന്നത്, അത് കേരളത്തെ ആകെ അങ്ങ് തകർത്തടിക്കുന്ന നിലയായിരുന്നില്ലേ. അപ്പോൾ അതിൽ നമ്മൾ കരകയറുക എന്നുള്ളത് വലിയ പ്രശ്നമായിരുന്നല്ലോ. നമ്മുടെ കോവിഡ് വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ലോകമാകെ വല്ലാതെ വിറങ്ങലിച്ച് പോകുന്ന അവസ്ഥയല്ലേ ഉണ്ടായത്. പക്ഷെ നമുക്ക് അതിനെയൊക്കെ, കേരളത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നാടിൻ്റെ ഐക്യവും ജനങ്ങളുടെ ഒരുമയും ഒക്കെയാണ്. അതിനെ ഒന്നിച്ച് നിർത്തണമെന്ന് മാത്രമേ ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നത് അതിന് ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ജനങ്ങളും നാടും ഒരേ മനസ്സോടെ അണിനിരന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കതിനെ അതിജീവിക്കാൻ കഴിഞ്ഞത്. ആര് സഹായിച്ചില്ല എന്നുള്ളതൊന്നും നമ്മുടെ മുമ്പിലൊരു പ്രശ്നമായിട്ടേ വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഉണ്ടായ നേട്ടം ലോകം തന്നെ നമ്മുടെ നാടിനെ നോക്കി അത്ഭുതപ്പെടുകയാണ്, എങ്ങനെയാണ് ഇങ്ങനെ അതിജീവിച്ച് വന്നത്. കാരണം സഹായിക്കേണ്ടവർ സഹായിക്കുന്നില്ല, സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നവരോടടക്കം ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും നമ്മൾ തകർന്നു പോയില്ലല്ലോ. അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ നാടിന് ആ കരുത്തുണ്ട്. ആ കരുത്ത് അതേ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണമെന്ന് മാത്രമേ ഉള്ളൂ. സീമിനെ പറ്റി പൊതുവെ പറയുന്ന ഒരു ഏത് പ്രതിസന്ധി, ഏത് ക്രൈസിസ് വരുമ്പോഴും അതിലൊരു ഓപ്പർച്യൂണിറ്റി കാണുന്ന ഒരാളാണെന്ന് പറയാറുണ്ട്. അതങ്ങനെ തന്നെയാണോ? അതൊക്കെ ആളുകൾ തീരുമാനിക്കേണ്ടതല്ലേ. സീമ, ദേശീയപാത വികസനത്തോട് ചേർത്ത് ചോദിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ റെയിൽവേയിൽ വരുമാനം എത്തിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. പക്ഷേ അർഹമായ ഒരു സർവീസോ അല്ലെങ്കിൽ നല്ലൊരു ട്രെയിന് പോലും നമുക്ക് അനുവദിക്കാറില്ല എന്നുള്ളത് വേറൊരു വശം. അപ്പോൾ ദേശീയപാത വികസനത്തോട് അതിനോടൊപ്പം റെയിൽവേ വികസനത്തിനായിട്ട് സർക്കാരിൻ്റേതായിട്ട് എന്തെങ്കിലും? റെയിൽവേ വികസനത്തിൽ ഒരു പ്രപ്പോസൽ കൊടുത്തതാണല്ലോ. ആ പ്രപ്പോസൽ പിന്നെ അംഗീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് വിഷമമുണ്ടെന്നുള്ളൊരു നില വന്നു. അങ്ങനെ വന്നപ്പോൾ പിന്നെ സാധാരണഗതിയിൽ ന്യായമൊന്നും അതിനില്ല. കാരണം എല്ലാ സ്ഥലത്തും കൂടുതൽ സ്പീഡിൽ റെയിൽ ഓടുന്നുണ്ട്. നമ്മളും അത്തരമൊരു റെയിലാണ് ഈ കെ റെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. സാധാരണഗതിയിൽ ഇന്ത്യ ഗവൺമെൻറ് പറയുന്ന വർത്തമാനങ്ങളൊക്കെ കേട്ടാൽ അതിന് അംഗീകാരം തരേണ്ടതാണ്. പക്ഷേ ഇവിടെ ചിലരതിനെ എതിർത്തപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്ന അവസ്ഥയാണ് കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചത്.
പിന്നെ മനസ്സിലായി അത് തുടരാൻ പറ്റില്ല, അവിടെ നിൽക്കട്ടെ എന്ന് വെച്ചു. അങ്ങനെ അവിടെ തൽക്കാലം അവിടെ നിർത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഇ ശ്രീധരൻ ഒരു പ്രപ്പോസലുമായിട്ട് വന്നു. ആ പ്രപ്പോസൽ ഇത് നടപ്പാക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മളെ പ്രപ്പോസലിൽ ചില വ്യത്യാസങ്ങൾ അതിനുണ്ട്. പക്ഷേ റെയിലല്ലേ, ഇത് ഈ പറയുന്ന തരത്തിൽ റെയിൽവേ വരട്ടെ എന്നൊരു ധാരണയാണ് നമ്മൾ നയിച്ചത്. ഒരു പ്രശ്നം അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് സമീപനം എന്തെന്നറിയണം. അപ്പോൾ കേന്ദ്രമന്ത്രിയോട് തന്നെ ആ കാര്യം ബന്ധപ്പെട്ടു. എനിക്കന്ന് പോയിട്ട് അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല. ഞങ്ങളെ ഡൽഹിയിലെ പ്രതിനിധി കെ വി തോമസിനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയക്കാൻ നിശ്ചയിച്ചു. അദ്ദേഹത്തെ വിളിച്ച് ഞാൻ പറഞ്ഞു, പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്, ഇങ്ങനെയൊരു പ്രശ്നം തന്നിട്ടുണ്ട്, അത് നിങ്ങളുടെ അടുത്ത് ഇദ്ദേഹം കൊണ്ടുതരും, അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണം. നിങ്ങളുടെ അഭിപ്രായം അറിയാതെ പിന്നെ അതുമായിട്ട് പുറപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അത് എത്തിച്ചു. ഒരു മറുപടി ഇപ്പോൾ ഇല്ല അതിനെപ്പറ്റി. ഈ ഒരു ഹൈ സ്പീഡ് റെയിൽ വേണം കേരളത്തിൽ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ ഈ നമ്മൾ സിൽവർ ലൈൻ നടപ്പാക്കിയ രീതിയിൽ ഒരു അവധാനത കുറവുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ. അല്ല, സിൽവർ ലൈൻ നടപ്പായിട്ടില്ല. അതിന്റെ കല്ലിടൽ മുതലുള്ള പ്രക്രിയ അതല്ലേ നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നം. ഇത് എന്താ നടപ്പായിട്ടുള്ളത്? നമ്മൾ സ്ഥലം എടുക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു പദ്ധതിക്ക് സ്ഥലം എടുക്കണ്ടേ? ആ സ്ഥലം എടുത്ത് തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഇത് പദ്ധതി അംഗീകരിച്ചാലേ സ്ഥലം എടുക്കൂ. പദ്ധതി അംഗീകാരം കിട്ടുമെന്ന് കണക്കാക്കിയിട്ടാണല്ലോ പിന്നെ കല്ലിടുന്നത്. പദ്ധതിയുടെ അംഗീകാരം കിട്ടില്ല എന്ന് അന്ന് യാതൊരു തരത്തിലും കണക്കാക്കേണ്ട കാര്യമില്ല. പൂർണ്ണമായിട്ട് നടപ്പാക്കേണ്ട ഒരു പദ്ധതിയാണല്ലോ അത്. അപ്പോൾ അതിനേതെങ്കിലും തരത്തിലുള്ള തടസ്സം പറഞ്ഞിട്ടുമില്ലല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് രാഷ്ട്രീയമായിട്ട് വന്നൊരു പ്രശ്നമാണത്. ഇപ്പോൾ വേണ്ടാന്നുള്ളതാണ്. ഇപ്പോൾ വേണ്ടാന്നുള്ളത് വെച്ചാൽ നമ്മുടെ നാടിനാണ് നഷ്ടം. ഇടതുപക്ഷത്തിൻ്റെ സമയത്ത് വേണ്ട എന്നതാണോ? എന്താണെന്നറിയില്ല. ഇപ്പോൾ വേണ്ടെന്നാണ് ചിലരുടെ മനസ്സിൽ. അപ്പോൾ പിന്നെ എപ്പോഴാണ്? കാലം കടന്നു പോവില്ലേ? നമ്മുടെ ആളുകൾ അനുഭവിക്കുന്ന വിഷമങ്ങളില്ലേ? ഇപ്പോൾ റെയിൽ യാത്രക്കാർ അനുഭവിക്കുന്ന വിഷമങ്ങളില്ലേ? സാധാരണഗതിയിൽ ഒരു എക്സ്ക്ലൂസീവ് ലൈൻ ഉണ്ടാകുക, അതിലൂടെ ഫാസ്റ്റ് ട്രെയിൻ പോവുക, നല്ല രീതിയിൽ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റുക, ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ? അതിന് മാത്രമാണല്ലോ നമ്മൾ ശ്രമിച്ചത്. അത് LDFന് പ്രത്യേകം എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാനല്ലല്ലോ. ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നു എന്നതിലാണ് ഉദ്ദേശമെങ്കിൽ അത് കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കോട്ടെ. നമുക്ക് ലൈൻ വേണമെന്നല്ലേ ഉള്ളൂ. അതും ഞാൻ അവരോട് സംസാരിച്ചതാണ്. അത് ഇത് എന്തെങ്കിലും അതിൻ്റെ അകത്ത് മറ്റു ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ നമുക്കതിന് തടസ്സമില്ല. നിങ്ങൾ നടപ്പാക്കിക്കോ, ഞങ്ങൾ നടപ്പാക്കുമ്പോൾ ഞങ്ങളുടെ രീതിയിൽ നടപ്പാക്കും. അതാണല്ലോ അതിൻ്റെ ഉദ്ദേശം. എല്ലാം നല്ല മറുപടി ആയിരിക്കുമല്ലോ, പക്ഷെ ഒന്നും നടക്കില്ലല്ലോ. ഒരു റീസണും പറഞ്ഞിട്ടില്ല. കാരണം ഈ ശ്രീധരൻ പറഞ്ഞ സമയത്ത് റെസ്പോൺസ് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. അതെ, അതെല്ലാം നല്ല നിലക്ക് സംസാരിക്കാൻ വിദഗ്ധരാണ് അവരൊക്കെ. പക്ഷെ കാര്യം നടക്കില്ല എന്ന് മാത്രം. അശ്വിനി വൈഷ്ണവ് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണല്ലോ. മാത്രം ഈ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് CPM ഈ GST നടപ്പാക്കിയപ്പോൾ ഇനീഷ്യലി ആദ്യം അതിൽ നിന്ന് കേരളത്തിന് ഗുണമുണ്ടാകുന്നൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പം എന്താണ് GSTയെ കുറിച്ചും ഗ്രാൻഡ് എയ്ഡും GST കോമ്പൻസേഷൻ്റെ? അല്ല, GST ഗുണമുണ്ടാകുമെന്ന് പറഞ്ഞത് GST വരട്ടെ എന്നുള്ള ധാരണയിലല്ല. GST യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ട് നമുക്ക് നല്ല മെച്ചം കിട്ടാനിടയുണ്ടെന്നാണ് നമ്മൾ കണക്കാക്കിയത്. പക്ഷേ അത്ര ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല എന്നുള്ളത് അന്നേരം തന്നെ നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തിന് ഇപ്പോൾ എന്താ അധികാരമുള്ളത്? യഥാർത്ഥത്തിൽ കേന്ദ്രവും സംസ്ഥാനവും അത് രണ്ടും ഭരണകേന്ദ്രങ്ങളാണല്ലോ. സംസ്ഥാനത്തിന് ഇപ്പം നികുതി ചുമത്താൻ എവിടെയെങ്കിലും അധികാരമുണ്ടോ? സംസ്ഥാനത്തിൻ്റെ വരുമാനം വല്ലാതെ തടഞ്ഞു വച്ചിരിക്കുകയല്ലേ. അപ്പോൾ സംസ്ഥാന അധികാരത്തിലുള്ള ചുരുക്കം വലിയ തോതിൽ ഇതിൻ്റെ ഭാഗമായി വന്നിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം. നമുക്ക് വരുമാന മാർഗം തടഞ്ഞിരിക്കുന്നു. വലിയ തോതിലുള്ള പ്രയാസം അതിൻ്റെ ഭാഗമായി അനുഭവിക്കേണ്ടി വരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊട്ടേറെ പ്രശ്നങ്ങളും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. GST ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ പരിശോധനയിലും മറ്റും വേണ്ടത്ര ഗുണകരമായ അവസ്ഥ സംസ്ഥാനങ്ങൾക്ക് വരുന്നില്ല. ചില വിഹിതങ്ങൾ ഇപ്പോഴും കട്ട് ചെയ്തു പോകുന്നുണ്ട്.
അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ വരുന്നുണ്ട്.